അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. കണ്ണൂർ വന്നിട്ട് ഒരു വർഷമായിട്ട് ഇത് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് വീട് മാറേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ ഒരു പുതിയ വീട്ടിലേക്ക് ഇന്ന് മാറുകയാണ്. പക്ഷേ ഇതിപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നല്ല വീടാണ്, നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഒക്കെ അടുത്താണ്, എല്ലാം കൊണ്ടും നല്ല വീടാണ്. പക്ഷേ ഒരു വർഷത്തെ നല്ല നല്ല കുറേ ഓർമ്മകൾ ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ നമ്മൾ എന്താ പറയുക, ഈ വീട്ടിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നാണ് എന്താ പറയുക, ഒരു നമ്മുടെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സ് ഈ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു, ഏറെക്കുറെ എല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്, അത് പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ എന്താ പറയുക, കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവാണ്. നല്ല വീടായിരുന്നു ഇത് നല്ല വീടാണ്. എന്ന് വെച്ചാൽ നല്ലൊരു ആംബിയൻസും ഭയങ്കര സൈലൻസും ഒക്കെയുള്ള ഒരു ഫാമിലിക്ക് അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ടുള്ള ഒരു വീടായിരുന്നു. ഭയങ്കര റഷൊന്നല്ലാതെ ഫീൽ ഗുഡായിട്ടുള്ളൊരു വീടായിരുന്നു ഇത്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് മാറേണ്ടത് അനിവാര്യമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് മാറാം. അപ്പോൾ ഇന്നാണ് അതിൻ്റെ പാല് കാച്ചൽ കാര്യങ്ങളൊക്കെ ഇന്നാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് കണ്ടാലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിടുന്നൊരു വീഡിയോ ആണത് യൂട്യൂബിൽ. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു തുടക്കമാവും. ഇനി അവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഉണ്ടാവാതിരിക്കാം. എൻ്റെ കാര്യം ആയതുകൊണ്ടൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിക്ക് നല്ലതായിട്ട് തോന്നട്ടെ, വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തോന്നട്ടെ. വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ളോഗ്സ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുപോയിട്ടോ. പിന്നെ ഈ വീട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒരുവിധം ഫർണിഷ്ഡ് ആയിരുന്നു. അവരുടെ ഡൈനിങ് ടേബിൾ നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബാക്കി നമ്മളായിട്ട് വാങ്ങിയതെല്ലാം നമ്മൾ കൊണ്ടുപോയി. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഈ വീടിന് പോവാന്ന് ഇത്രയും ദിവസം പറയുമ്പോഴും ഓക്കെ പോവാം, അതിനിപ്പോൾ എന്താ മാറാം എന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിങ്ങനെ വീടിന് പോവാറായി, നാളെ പോകും ഇന്ന് പോകും ആ ഒരു അടുത്തടുത്ത് വന്നപ്പോൾ എനിക്ക് ലിറ്റിൽ ബിറ്റ് എന്താ പറയുക, ഒരു ഭാരം മനസ്സിൽ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. ഈ വീടിൻ്റെ കുറേ ഒരു മുക്കും മൂലയും അടക്കം ഒരുവിധം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. എല്ലാവരും എന്നോട് പറയാറുണ്ട് നല്ല വീടാണ് കാണാനൊക്കെയാണ്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ വീട് നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ലിങ്കാണ്. നിങ്ങൾക്ക് വീഡിയോസിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഫ്രണ്ടിലൊക്കെ നല്ല സ്ഥലവും അടുത്തൊരു പുഴയും തൂക്കുപാലം ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്പോൾ നല്ല രസമുള്ള ഒരു ആംബിയൻസ് എന്നാണ് നമ്മൾ പോണത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ വീട്ടിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാണ് പോകേണ്ടി വന്നത്. അഗി പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടൂന് വിഷമാണോ, എന്താണ് വിഷമാണോ? അതെന്ത് പറ്റി? അതെ, തകർത്ത വീടാണ്. ഒക്കെ അടിപൊളിയാണ്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ലുട്ടൂന് വിഷമാണോ, ഹാപ്പിയാണോ? പുതിയ വീട്ടിലേക്ക് പോകാൻ ഹാപ്പിയാണോ ലുട്ടു? യെസ്, ലുട്ടൂന് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് പോകാൻ നോക്കാം. ലിയോ ഭയങ്കര പേടിച്ചിട്ടാണ്ടിരിക്കണം. ഇനി ഇവരൊക്കെ കൂടി എന്നെ ഇവിടെ ആക്കിയിട്ട് വീട് മാറി പോവുകയാണോ, എന്നെ കൊണ്ടുപോയില്ല, ഇതൊക്കെ ഒന്നും അവൻ്റെ മൈൻഡിൽ. അവൻ രാവിലെ മുതലേ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ റെഡിയായി വന്നു പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് വേണം പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട്. ഒന്ന് തൊഴുതിട്ട് പോകണം എന്നാണ്. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്തോരം അമ്പലത്തിൽ പോകാനൊക്കെ പറ്റും എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയിട്ട് തൊഴണം എന്നുണ്ട്. അപ്പോൾ റെഡിയായി എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. യെസ്, അപ്പം നമ്മൾ ഒഫീഷ്യലി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അയ്യോ പൂട്ടിയില്ലേ?
ബായ്. മാവാ. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ വീട് ഒരു ഓർമ്മയായി മാറുകയാണ് അല്ലേ കുട്ടു? വിഷമാണല്ലേ? ശരിക്കും നല്ല വീടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. ഇനി ഈ റൂട്ടൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നല്ല രസമുള്ള റൂട്ടായിരുന്നു, നല്ല പ്രകൃതി രമണീയായിട്ടുള്ള റൂട്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ഇങ്ങോട്ടൊന്നും ശരിക്കും വരാൻ പറ്റില്ല. നമ്മൾ ഡെയിലി വരാറുണ്ടല്ലോ ഈ റൂട്ടിൽ കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിലെത്തി. ഇത് നമ്മുടെ പഴയ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ്. നടുവിലായിട്ട് ഈ അമ്പലം വരും, നമ്മുടെ പുതിയ വീടിൻ്റെയും പഴയ വീടിൻ്റെയും നടുവിലായിട്ട്. പക്ഷേ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും ഈ അമ്പലത്തിൽ പോയിട്ടില്ല. ഒന്നുമല്ല, ഇവിടുത്തെ പല അമ്പലങ്ങളും എന്നും തുറക്കില്ല. മുത്തപ്പൻ്റെ അമ്പലങ്ങളാണ് കൂടുതൽ. അപ്പോൾ അത് അവരുടെ ഉത്സവത്തിൻ്റെ സമയത്താണ് ഇത് കൂടുതലും തുറക്കുക. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അങ്ങനെ ഒരു അമ്പലമാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഈ അമ്പലത്തിലെത്തിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അടിപൊളി, എന്താ പറയുക, ഭയങ്കര ഒരു നല്ല അമ്പലം കേട്ടോ. ഈ കുളവും കുഞ്ഞൊരമ്പലം, ഭയങ്കര ആംബിയൻസ് ആയിട്ടൊരു അമ്പലം. അപ്പോൾ എനിക്കിത് ശരിക്കും മിസ് ചെയ്തു. നമ്മൾ എത്ര വർഷത്തിൽ കൂടെ മുന്നിൽ കൂടെ പോയിട്ട് ഇറങ്ങിയില്ലല്ലോ എന്നെനിക്ക് തോന്നി. അടിപൊളി അമ്പലം. അങ്ങനെ നമ്മൾ തൊഴുതു, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. മഴയായ കാരണം നമുക്കധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല അമ്പലമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. പിന്നെ ഒരു ദിവസം വരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഈ റൂട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ മിസ് ചെയ്യും, നല്ല മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള വഴി. വീട്ടിലേക്കാണ് പോണത്. പുതിയ പെയിന്റടിച്ച വീടാണ് നമ്മുടെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണൻ്റെ വീടും. ആക്ച്വലി അവിടെ ഞങ്ങൾക്ക് അടുത്ത വീട്ടിലൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മുടെ വീട് ഒരു ചുറ്റും വലിയ പറമ്പിലൊരു വീടായിരുന്നു. പക്ഷെ ഇവിടെ അടുത്തടുത്ത വീടുകളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്തൊരു ചുമരിനപ്പുറം കണ്ണനുണ്ട്. അപ്പോൾ നമുക്ക് ആളുകൾ ഇവിടെ കൂടുതലാണ് കുറച്ചും കൂടി. പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വളരെ അടുത്താണ്, നമ്മുടെ ടൗണിലേക്ക് അടുത്താണ്. എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യം ഈ വീട് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഞാൻ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോൾ പലരും പറഞ്ഞായിരുന്നു നമ്മൾ വീട് വാങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നിങ്ങൾ വീട് വാങ്ങിയതല്ല, വീട് റെൻറ്റിനെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് കാലം ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ വീട്ടിൽ ആക്ച്വലി ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്നും ക്ലീനിങ് ഫുള്ളായിട്ട് തീർന്നിട്ടില്ല. കുറേയൊക്കെ ഒതുക്കി വെച്ചു. കുറേ ഫർണിച്ചറൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങുകയാണ് ചെയ്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ എംപ്റ്റി ആയിട്ടായിരുന്നു വീട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വാങ്ങി ഒതുക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പാല് കാച്ചലാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ഈ ഒരു പ്രാർത്ഥിക്കുന്ന എന്താ പറയുക അമ്പലം. അപ്പോൾ അത് നമ്മൾ വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഭയങ്കര ഈശ്വര ഇതോടുകൂടി എല്ലാം ശരിയാവണേ, നല്ല ഐശ്വര്യമുള്ള വീടാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങുകയാണ്.
അങ്ങനെ ഇതാ ഫൈനലി നമ്മളുടെ പാല് തിളച്ച് തൂവാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഫുള്ളായിട്ട് യെസ്, അങ്ങനെ വിജയകരമായി നമ്മളുടെ പാല് കാച്ചൽ നമ്മൾ പൂർത്തീകരിക്കിയിരിക്കുന്നു. ആക്ച്വലി പാൽ അങ്ങോട്ട് തൂവുമ്പോൾ നല്ലതാണ്, ഇങ്ങോട്ട് തൂവുമ്പോൾ നല്ലതാണെന്നൊക്കെ പലതും ഉണ്ട്. അങ്ങനെ അറിയില്ല, പക്ഷേ പാലിനത് മുൻകൂട്ടി മനസ്സിലായി തോന്നുന്നു. പുള്ളി എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് തൂവിയത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും മാവൊക്കെ അത് നേരത്തെ നിങ്ങൾ കേട്ടില്ലേ മാവിൻ്റെ കാര്യം, ആ മാവൊക്കെ അത് അടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കി. സാമ്പാർ ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല, കാരണം അപർണയ്ക്ക് ഓഫീസിൽ പോകണം, അകിക്ക് പോകണം, എനിക്ക് പോകണം. അപ്പോൾ സാമ്പാറിനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ചട്നിയൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഞാനും എല്ലാവരും ഓഫീസിലേക്ക് പോയി. നമുക്ക് ഡൈനിങ് ടേബിൾ ആയിട്ടില്ല, ഡൈനിങ് ടേബിൾ ഉള്ളതുകൊണ്ട് എല്ലാവരും സോഫയിലൊക്കെയാണ് ഇരുന്ന് കഴിക്കുന്നത്. ആക്ച്വലി അച്ഛനൊക്കെ ഇന്ന് പോവും കേട്ടോ, അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പോവും. നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളിതാ പോവാൻ റെഡി ആവുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ വന്നു കേട്ടോ, അച്ഛന് ട്രെയിനിന് 2:50. അപ്പോൾ അച്ഛൻ വേഗം പോകാൻ റെഡി ആവുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ മുത്തശ്ശൻ ലുട്ടുവിന് ബൈ കിസ്സൊക്കെ കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.